ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫെഡ് ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കോർപ്പറേഷൻ്റെ പാർട്ടിൽ സ്ഥിരം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മാർക്കറ്റ് ഫെഡ് എന്ന് പറയുക. അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റ് ഫെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം അല്ലേ. ഓക്കെ, മാർക്കറ്റ് ഫെഡ് ഇതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് മാർക്കറ്റ് ഫെഡ് എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഹിസ്റ്ററി ഓഫ് ഫോർമേഷൻ, ഇതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ പറയുന്നുണ്ട് 1942 ഡിസംബർ 24, വളരെ പ്രധാനപ്പെട്ട ഡേറ്റ്. 1942 ഡിസംബർ 24 പറയുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഫെഡ് വാസ് സ്റ്റാർട്ടഡ് ആസ് എ മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ വിത്ത് ആൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ത്രൂ ഔട്ട് ഓൾഡ് മലബാർ ഡിസ്ട്രിക്ട്. അപ്പോൾ ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേര് മാർക്കറ്റ് ഫെഡ് എന്നോ അല്ലെങ്കിൽ എല്ലായിടത്തും ഇതിൻ്റെ പ്രവർത്തന പരിധിയൊന്നും ഇല്ലായിരുന്നു. പറയുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് ഫണ്ട് വാസ് സ്റ്റാർട്ടഡ് ആസ് എ മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ കേട്ടോ. ഇപ്പോൾ രൂപീകരിക്കുന്ന സമയത്തെ പേര് മലബാർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് ഓർത്ത് വെച്ചേക്കുക. അന്ന് ഇത് രൂപീകരിക്കുന്ന സമയം ഓർത്ത് വെച്ചേക്കുക 1942 ഡിസംബർ 24. രൂപീകരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ പഴയ മലബാർ ഡിസ്ട്രിക്ട് മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, ഓൾഡ് മലബാർ ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഇതിന് പ്രവർത്തന പരിധിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും 1958 വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വർഷമാണ് മാർക്കറ്റ് ഫെഡിൻ്റെ ചരിത്രത്തിൽ പറയുന്നത്. റീനെയിംഡ് ഇൻ ടു സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോൾ 1958 ഇതിൻ്റെ പേര് റിനെയിം ചെയ്തു. അങ്ങനെയാണ് ആ സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന പേരിലേക്ക് ഇതിൻ്റെ എന്ത് ചെയ്യുകയാണ്, ചേഞ്ച് ചെയ്യുന്ന ഓർത്ത് വെച്ച്. അപ്പം 1942 ഡിസംബർ 24 രൂപീകരിച്ചു. 1958 പേര് മാറ്റിയെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇത് മുതലാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. 1960 മാർച്ച് 25 ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പറയുന്നുണ്ട് 1960 മാർച്ച് 25 എന്ത് സംഭവിച്ചു? അഗെയിൻ റീനെയിംഡ് ഇൻ ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. മാർക്കറ്റ് ഫെഡായി മാറിയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1960 മാർച്ച് 25 ഓർത്ത് വെച്ചു കേട്ടോ. അഗെയിൻ റീനെയിംഡ് ഇൻ ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് കോഴിക്കോട് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനായി മാറിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960 മാർച്ച് 25 ഓർത്ത് വെച്ചേക്കുക. പിന്നെ രൂപീകരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ കോഴിക്കോടാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോടെ? 1960 മാർച്ച് 25 മാർക്കറ്റ് ഫെഡ് എന്ന പേരിൽ ഇത് രൂപീകരിക്കുന്നത്, അതായത് മാർക്കറ്റ് ഫെഡായി മാറുന്നത്. അന്ന് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? കോഴിക്കോടാണെന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്തതിലേക്ക് പോകാം. പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദി അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. ഇപ്പോൾ കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ് ഫെഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പെക്സ് ലെവലിലുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒന്ന് പറയാം. ഇറ്റ് ഈസ് ദി അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. കേരളത്തിലെ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ് ഫെഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ മാർക്കറ്റ് ഫെഡ് എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് മാർച്ച് 25 1960 എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. മാർച്ച് 25 1960 എസ്റ്റാബ്ലിഷ്ഡ് ഓൺ മാർച്ച് 25 1960. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയായിരുന്നു? നമ്മൾ ആദ്യം പഠിപ്പിച്ചിരുന്നല്ലോ. എവിടെയായിരുന്നു? രൂപീകരിക്കുന്ന സമയത്ത് കോഴിക്കോടായിരുന്നു ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാൽ പറയുന്നുണ്ട് ഇൻ 1978 1978 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഓർത്ത് വെച്ചേക്കുക, എറണാകുളം കേട്ടോ. ഓക്കെ, കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് ഓർത്ത് വെച്ചു. ഇൻ 1978 ദ ഹെഡ് ക്വാർട്ടർ ഓഫ് മാർക്കറ്റ് ഫെഡ് വാസ് ഷിഫ്റ്റഡ് ടു എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട് നൗ മോർ ദാൻ 600 പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ വർക്കിംഗ് അണ്ടർ ദിസ് ഫെഡറേഷൻ. അപ്പോൾ ഈ ഫെഡറേഷൻ്റെ അണ്ടറിൽ നിലവിൽ ഇപ്പം 600 കൂടുതൽ കേട്ടോ. നൗ മോർ ദാൻ 600 600 കൂടുതൽ പ്രൈമറി മാർക്കറ്റിംഗ് സംഘങ്ങൾ ഇന്ന് ഈ ഫെഡറേഷൻ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നമുക്ക് മാർക്കറ്റ് ഫെഡ് ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഫെഡറേഷനാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു സംഘം അപ്പെക്സ് ആയി മാറുക എന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കണം.
അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. സംസ്ഥാനം ഫുള്ള് ഇതിന് പ്രവർത്തന പരിധിയുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 600-ൽ കൂടുതൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഈ ഫെഡറേഷൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഒട്ടാകെ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് മാർക്കറ്റ് ഫെഡ് എൻജോയ്സ് എക്സ്പോർട്ട് ഹൗസ് സ്റ്റാറ്റസ് എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അങ്ങനെ ചോദിച്ചു കണ്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ വിഷൻ നോക്കാം. വിഷൻ, ഓക്കെ, വിഷൻ നമുക്ക് നോക്കാം. പറയുന്നുണ്ട് to be a leading distributor of quality fertilizers and spices products in the cooperative sector and support the farmers by adding values to their products എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് പറയുക? ഒരു ലീഡിങ് ഡിസ്ട്രിബ്യൂട്ടർ ആകുക എന്തിൻ്റെ? ഓഫ് ക്വാളിറ്റി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സ്പൈസസ് പ്രോഡക്ട്സ്. ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയാം? മാർക്കറ്റ് ഫെഡിൻ്റെ വിഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ടു ബി എ ലീഡിംഗ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ക്വാളിറ്റി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സ്പൈസ് പ്രോഡക്ട്സ് ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ. ഇപ്പോൾ സഹകരണ മേഖലയിൽ തന്നെ ഈ ക്വാളിറ്റി ആയിട്ടുള്ള എന്താ പറയുക ഫെർട്ടിലൈസേഴ്സിൻ്റെ സ്പൈസസിൻ്റെയൊക്കെ ഒരു ലീഡിംഗ് ഡിസ്ട്രിബ്യൂട്ടർ ആകുക. അതോടൊപ്പം തന്നെ ആൻഡ് സപ്പോർട്ട് ദ ഫാർമേഴ്സ്, എന്താണ് കൃഷിക്കാരെ സഹായിക്കുക. എങ്ങനെ? ബൈ ആഡിങ് വാല്യൂസ് ടു ദെയർ പ്രോഡക്ട്സ്. അവരുടെ പ്രോഡക്ട്സിന് വാല്യൂ ആഡ് ചെയ്യാൻ സഹായിക്കുക, അല്ലേ? ബൈ ആഡിങ് വാല്യൂസ് ടു ദെയർ പ്രോഡക്ട്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ മിഷൻ പറയുന്നുണ്ട്. എന്താണ് മിഷൻ? ടു പ്രൊവൈഡ് ബെറ്റർ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ആൻഡ് ഫെയർ പ്രൈസസ് ഫോർ ദ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഈവൻ ഡയറക്റ്റ് പർച്ചേസ് ഓഫ് ദ കമ്മോഡിറ്റീസ് വെൻ എവർ റിക്വയർഡ് എലിമിനേറ്റിംഗ് മിഡിൽമെൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ്സ്. എന്താണ്? ടു പ്രൊവൈഡ് ബെറ്റർ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുക. നല്ലൊരു മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് നൽകുക. അതോടൊപ്പം നല്ല അതിന് എന്താ പറയുക ഫെയർ പ്രൈസ്, പ്രോപ്പറായിട്ടുള്ള വില നൽകുക, അല്ലേ? ആൻഡ് ഫെയർ പ്രൈസ് ഫോർ ദ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ്. ഫാർമേഴ്സിന് അവരുടെ പ്രോഡക്ട്സിന് ഒരു ഫെയർ പ്രൈസ് ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ നല്ലൊരു മാർക്കറ്റിംഗ് ഫെസിലിറ്റി എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഈവൻ ഡയറക്റ്റ് പർച്ചേസ് ഓഫ് ദ കമ്മോഡിറ്റീസ് വെൻ എവർ ഈസ് റിക്വയർഡ്. ആവശ്യമായ സമയത്ത് ഡയറക്റ്റ് പർച്ചേസ് നടത്തുക. അതോടൊപ്പം തന്നെ മിഡിൽമാനെ ഇൻ്റർമീഡിയറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. എലിമിനേറ്റിംഗ് മിഡിൽമിൻ ആൻഡ് ഇൻ്റർമീഡിയറീസ്. ഓക്കെ, മിഡിൽമെന്നെയൊക്കെ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ കർഷകരുടെ പ്രോഡക്ട്സിന് നല്ലൊരു വാല്യൂ, ഓക്കെ, ഫെയർ പ്രൈസ് ഉറപ്പാക്കുക. അവർക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഫെസിലിറ്റീസ്, നല്ലൊരു വിപണന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് റെഡിയാക്കി കൊടുക്കുക. ഇനി നമുക്ക് മാർക്കറ്റ് ഫെഡിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? മാർക്കറ്റ് ഫെഡിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുന്നുണ്ട് ഓൾ പ്രൈമറി സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പ്രൈമറി സൊസൈറ്റീസ്, ഓക്കെ, ഓൾ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. നാഫഡ് വരുന്നുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് വരുന്നുണ്ട്, എന്താ പറയുക സോഷ്യൽ സെൽഫ് ഗവൺമെൻറ് വരുന്നുണ്ട്, NCDC വരുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഓർത്ത് വെച്ച് ഓൾ പ്രൈമറി സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്, നാഫഡ്, സംസ്ഥാന ഗവൺമെൻറ്, NCDC, പിന്നെ സെൽഫ് ഗവൺമെൻറ് ഒക്കെ എന്താണ് ഇതിനകത്ത് ഓൾറെഡി മെമ്പേഴ്സായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒബ്ജക്ട്സ് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റ് ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയാലോ? പറയുന്നുണ്ട് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ടു ഫെച്ച് എ ബെറ്റർ പ്രൈസ് ടു പ്രോഡക്ട്സ്. എന്ത് ചെയ്യുക? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ്. ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുക, വിൽക്കുക, അല്ലേ? എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ടു ഫെച്ച് എ ബെറ്റർ പ്രൈസ് ടു ദ പ്രോഡക്റ്റിന് നല്ലൊരു ബെറ്റർ പ്രൈസ് എത്തിക്കുക, ഫെച്ച് ചെയ്യാൻ വേണ്ടി എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറഞ്ഞത് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടി, അല്ലേ? ഗവൺമെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യുക? അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുക. ഓർത്ത് വെച്ചേക്കുക, പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടി അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുക. പിന്നെ പറയുന്നുണ്ട് ടു പ്രൊമോട്ട് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്. അപ്പോൾ എന്താണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ പറഞ്ഞത് എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ്, കാർഷിക ഉൽപ്പന്നങ്ങളെ എക്സ്പോർട്ട് ചെയ്യുക. ടു റൺ സെയിൽ ഡെപ്പോട്ട്സ് ആൻഡ് ബ്രാഞ്ചസ്, സെയിൽ ഡെപ്പോട്ടും ബ്രാഞ്ചസൊക്കെ നല്ല പ്രോപ്പറായിട്ട് റൺ ചെയ്യുക. പിന്നെ ടു റൺ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് റൺ ചെയ്യുക. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ടു ആക്ട് ആസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ആക്ട് ചെയ്യുക. ടു ആക്ട് ആസ് ആൻ എന്താ പറയുക അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ സ്റ്റേറ്റ് എന്നോർത്ത് വെച്ചേക്കുക. ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതൊന്നും കാണാതെ പഠിക്കണം. ജസ്റ്റ് മനസ്സിലാക്കുക അതിൻ്റെ എന്താണ് ഒരു മാർക്കറ്റ് ഫണ്ടിൻ്റെ ഒബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്, അല്ലേ? അപ്പെക്സ് ഫെഡറേഷനാണ്, ഒരു അപ്പെക്സ് ഫെഡറേഷനാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്താണെന്ന് പറയുന്നതാണ്, നോക്കിയേ, ടേംസ് റിലേറ്റഡ് ടു മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡുമായി ബന്ധപ്പെട്ട ടേംസുകളെ കുറിച്ചാണ് ഇവിടെ പരിശോധിക്കുന്നത് ഓർത്ത് വെച്ചേക്കുക, അല്ലേ? മാർക്കറ്റ് ഫെഡുമായി ബന്ധപ്പെട്ട് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ടേംസുകൾ തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ട്രസ് സൈഡ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാന്ന് കേട്ടിരിക്കുക.
ഓരോന്നിനും വിശദമായിട്ട് പഠിക്കാനുള്ള ഒരുപാടുണ്ട്, അതിൻ്റെ ഒന്നും കാര്യമില്ല. ജസ്റ്റ് നമ്മളൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ആദ്യം പറഞ്ഞാൽ ഡിസ്ട്രസ് സെയിൽ, സെയിൽ ഇൻ മന്തി, പിന്നെ റെഗുലേറ്റഡ് മാർക്കറ്റ്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ അല്ലെങ്കിൽ പ്ലെഡ്ജ് അഡ്വാൻസ് അല്ലെങ്കിൽ കീ ലോൺ. ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഡിസ്ട്രസ് സെയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പിന്നെ റെഗുലേറ്റഡ് മാർക്കറ്റ്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ഇതും വളരെ പ്രധാനപ്പെട്ടാണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ, പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പിന്നെ പ്ലെഡ്ജ് അഡ്വാൻസ് ഓർ ലോൺ ഓർ കീ ലോൺ, പ്ലെഡ്ജ് ലോൺ അല്ലെങ്കിൽ പ്ലെഡ്ജ് അഡ്വാൻസ് അല്ലെങ്കിൽ കീ ലോൺ, ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ട്രേഡ് ക്രെഡിറ്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, പൂളിങ്. അതിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് നമ്മൾ അങ്ങനെ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, പുറത്ത് വെച്ചേക്കുക. ഡിസ്ട്രസ് സെയിൽ, പിന്നെ സെയിൽ ഇൻ മന്തി, പിന്നെ പറഞ്ഞ റെഗുലേറ്റഡ് മാർക്കറ്റ്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ അല്ലെങ്കിൽ പ്ലെഡ്ജ് അഡ്വാൻസ് അല്ലെങ്കിൽ കീ ലോൺ, പിന്നെ ട്രേഡ് ക്രെഡിറ്റ്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, പൂളിങ്. ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ പ്രോഡക്ട്സുകളാണ്, മാർക്കറ്റ് ഫണ്ടിൻ്റെ പ്രോഡക്ട്സുകളാണ്. നോക്കിയേ, കേരജം, സൂര്യ, തൃപ്തി പറയുന്നുണ്ടെന്ന് നോക്കിയേ. കേരജം എന്ന് പറഞ്ഞാൽ എന്താണ്? കോക്കനട്ട് ഓയിലാണെന്ന് ഓർത്ത്. മാർക്കറ്റ് ഫണ്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് കേരജം. ഇപ്പോൾ നമ്മളെന്താണ് കേര ഫുഡിൻ്റെ പ്രോഡക്റ്റ് കൂടി കേര കേസ്, കേര ഗോൾഡ്, കേര അഗ്മാർ, കേര ഫുഡിൻ്റെ പ്രോഡക്റ്റ് പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരജത്തിനെ ഒഴിവാക്കുക. കേരജം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫുഡിൻ്റെ എന്താണ് വെളിച്ചെണ്ണയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ സൂര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസറാണെന്ന് ഓർത്ത് വെച്ചേക്കുക. തൃപ്തി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫുഡിൻ്റെ സ്റ്റോറാണെന്ന് ഓർത്ത് വെച്ചേക്കുക. മിനി ഫുഡ്സ് എന്ന് പറയാൻ വെർജിൻ കോക്കനട്ട് ഓയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ സീസണിങ് എന്ന് പറയാൻ ഗിഫ്റ്റ് ബോക്സ് ഓഫ് വേരിയസ് സ്പൈസസ് ക്രിയേറ്റഡ്. സ്പൈസസിൻ്റെ എന്താ പറയുക, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് സീസണിങ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങളോട് ഇത് ഓരോന്നും ചോദിക്കില്ല, ഇത്രയും പഠിക്കുക. ഏതൊക്കെ? കേരജം, സൂര്യ, തൃപ്തി, സീസണിങ്സ്. ഇതാണ് പ്രധാനപ്പെട്ട. കേരജം പഠിക്കുക, സൂര്യ പഠിക്കുക, തൃപ്തി പഠിക്കുക, സീസണിങ്സ് പഠിക്കുക. ഇത് PYQആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ, അല്ല ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കേരജം ഓർത്ത്, സീസണിങ്സ്, പിന്നെ തൃപ്തി, സൂര്യ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. മാർക്കറ്റ് ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റ്, ഭരണപരമായ കാര്യം നോക്കിയാൽ ഫൈനൽ അതോറിറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ജനറൽ ബോഡി. പരമാധികാരം ആർക്ക് തന്നെയാണ്? പൊതുയോഗത്തിനാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പരമാധികാരം ആരുടെ കയ്യിലാണ്? പൊതുയോഗത്തിൻ്റെ കയ്യിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പരമാധികാരം പൊതുയോഗത്തിൻ്റെ കയ്യിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പറയുന്നുണ്ട് ഫൈനൽ അതോറിറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ജനറൽ ബോഡി. പരമാധികാരം പൊതുയോഗത്തിൻ്റെ കൈവശമാണ്. പിന്നെ പറയുന്നുണ്ട് ജനറൽ ബോഡി എലക്ട്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എൻട്രസ്റ്റ് ദ പവർ ഓഫ് മാനേജ്മെൻറ്റ്. ജനറൽ ബോഡി എന്ത് ചെയ്യുകയാണ്? ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നു. പുറത്ത് വെച്ചേക്കുക. പൊതുയോഗമാണ് ജനറൽ ബോഡിയെ പൊതുയോഗമാണ് ജനറൽ ബോഡിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഫണ്ടിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്ന പേര് MD എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് മാർക്കറ്റ് ഫണ്ട് ഈസ് MD എന്ന് ഓർത്ത് വെച്ചേക്കുക. MD മാനേജിംഗ് ഡയറക്ടറാണ് കേട്ടോ. അദ്ദേഹം അറിയപ്പെടുന്ന പേര് മാനേജിംഗ് ഡയറക്ടർ എന്നാണ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവർക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇറ്റ് ക്യാരി ഔട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അതായത് ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ പറഞ്ഞിട്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, RCS, MD ആൻഡ് 3 ബോർഡ് മെമ്പേഴ്സ്. അതിൽ ആരൊക്കെ ഉണ്ട് നോക്കിയേ? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, RCS, MD ആൻഡ് 3 ബോർഡ് മെമ്പേഴ്സും കൂടെ ആയിരിക്കും ആ ഒരു എന്തെന്ന് പറയുക അവരുടെ ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഓക്കെ. പിന്നെ ഇവരുടെ ഫണ്ടുകളാണ്. ഇവർക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടുന്നു? ഒന്ന് ഷെയർ ക്യാപിറ്റൽ ഓർത്ത് വെച്ചേക്കുക. ഷെയർ ക്യാപിറ്റൽ, ലോൺ ഫ്രം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ലോണുകൾ, NCDC നിന്ന് ഫണ്ട് കിട്ടാറുണ്ട്, പിന്നെ SBI നിന്ന് ഇവർക്ക് ഫണ്ട് കിട്ടാറുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇതാണ് ഷെയർ ക്യാപിറ്റൽ. ഫണ്ട് ഓർത്ത് വെച്ചേക്കുക. ഷെയർ ക്യാപിറ്റൽ കിട്ടാറുണ്ട്. പിന്നെ ലോൺ ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് കേട്ടോ, ലോൺ ഫ്രം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. പിന്നെ പറയുന്നുണ്ട് NCDC നിന്ന് ഫണ്ട് കിട്ടാറുണ്ട്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഫണ്ട് കിട്ടാറുണ്ട്. ഷെയർ ക്യാപിറ്റൽ കിട്ടുന്നുണ്ട്, ലോൺ ഫ്രം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സംസ്ഥാന സഹകരണ ബാങ്കിൽ ലോണുണ്ട്, NCDC നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും വളരെ ചെറിയൊരു ടോപ്പിക്ക് തന്നെയാണ് മാർക്കറ്റ് ഫണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇതിന് കാണാതെ പഠിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ല, കാരണം പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി, ആദ്യമത്തെ അതിൻ്റെ എന്താണ് ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, പിന്നീട് അത് ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ പ്രോഡക്ട്സുകളൊക്കെ ഒന്ന് നോക്കുക. അത്തരം കാര്യങ്ങൾ മതി, കൂടുതൽ അധികം വലിച്ചു വാരി പഠിക്കേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ എന്താണ് അവിടെ എൻട്രിയിൽ കോഴ്സസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതായത് നമുക്കറിയാം ഇനി ഒരുപാട് പരീക്ഷകൾ
ശരിയല്ല, ഒരുപാട് പരീക്ഷകൾ നമുക്ക് മുൻപിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പല ഗ്രേഡ് തിരിച്ചുള്ള പരീക്ഷകൾ അല്ലേ, എന്താണ് അപ്പെക്സ് സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് ക്ലാസ് 1 ക്ലാസ് 1ലേക്കും എന്താ പറയുക സ്പെഷ്യൽ ഗ്രേഡിലേക്കുള്ള പരീക്ഷകൾ, ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെ 3 പരീക്ഷകൾ ഉറപ്പായിട്ടും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഓരോ ബാങ്കുകളും ഇപ്പോൾ ചില ബാങ്കുകളാണെങ്കിൽ 10 വേക്കൻസിയൊക്കെ വന്ന് അവർ തന്നെ പരീക്ഷ അല്ലേ ഒറ്റ നോട്ടിഫിക്കേഷൻ പോലെ വരാറുമുണ്ട്. പിന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കും CSEB പരീക്ഷകൾ നടത്താറുണ്ട്. നമ്മൾ നന്നായിട്ട് പഠിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. എത്രയും നന്നായിട്ട് പഠിക്കുന്നോ അത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാം. നമ്മൾ കിട്ടുന്ന സമയത്തെല്ലാം മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, കാരണം നമ്മളൊരു 3-4 മാസം അല്ലെങ്കിൽ മാക്സിമം 6 മാസം നന്നായിട്ട് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ പിന്നെ നമ്മുടെ ലൈഫ് സുഖമാണ് കേട്ടോ. നമുക്കറിയാം നല്ല ആനുകൂല്യങ്ങളും നല്ല ശമ്പളവും ഒക്കെ നമുക്ക് സഹകരണ ബാങ്കിൽ ലഭ്യമാകുന്നതാണ്. പിന്നെ വെച്ചടി പ്രൊമോഷൻസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഓക്കെ, ഹാർഡ് വർക്ക് മാത്രം പോരാ, നമ്മൾ പ്രോപ്പറായിട്ട് ടൈം ടേബിളൊക്കെ വെച്ച് പഠിച്ച് ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ എന്തും കൂടെ വേണം, ഇവിടെ സ്മാർട്ട് വർക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട്, ഇവ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിച്ച് പോകാൻ പറ്റുള്ളൂ. അത് ചുമ്മാ നമ്മൾ കുത്തിയിട്ട് ചുമ്മാ പഠിച്ച കാര്യമില്ല, പഠിക്കുന്നത് ഒരു ചിട്ടയോടെ ഒരു ഓർഡറോടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സസുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ നൽകുന്ന നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. കംപ്ലീറ്റ് സിലബസ് നമ്മുടെ ആപ്പിൽ ഓൾറെഡി റെക്കോർഡായിട്ട് കിടപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ തനത് ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ യൂസ്ഡ് കാര്യങ്ങൾ, സിലബസിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്പിൽ ക്ലാസ്സസ് ഉണ്ട്. അതിൻ്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഡൗട്ട് ക്ലിയറിങ്ങും ഒക്കെ ആയിട്ട് അതിൻ്റെ ലൈവ് സെഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സഹായത്തിനായിട്ടൊരു മെൻറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ലഭ്യമാണ്, മെൻറ്ററിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ മോക്ക് എക്സാംസുകൾ, ഒരുപാട് മോക്ക് എക്സാംസുകൾ, നല്ല ടെസ്റ്റ് സീരീസുകൾ ഒരുപാട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരുപാട് മോക്ക് എക്സാംസുകൾ, പിന്നെ നിലവിൽ വന്നിട്ടുള്ള എല്ലാ PYQs പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കോർ ടോപ്പിക്സുകളുണ്ടല്ലോ, അതിന് നമ്മൾ സ്പെഷ്യലായിട്ട് ആ ടോപ്പിക്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഡൗട്ട് ക്ലിയറിങ് സെഷൻസ്, അതുപോലെ ഡെയിലി ക്യൂസസ്, ഇതെല്ലാം നമ്മളിവിടെ നൽകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കഷ്ടപ്പെട്ട് എന്താണ് പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടാനുണ്ട്, കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. 6 മാസം കൊണ്ട് ഇതെല്ലാം പഠിച്ച് തീർക്കണം. കംപ്ലീറ്റായിട്ട് സിലബസും പഠിച്ച് തീർത്ത് അതോടൊപ്പം തന്നെ എക്സാംസുകളൊക്കെ എഴുതി അല്ലേ, ആ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് നോക്കി പഠിച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് എന്ത് ചെയ്യണം, എഴുതി വർക്കൗട്ട് ചെയ്ത് ഒരുപാട് നല്ലൊരു ഒരു പ്രോസസ്സ് തന്നെയാണിത്. സിമ്പിളായിട്ട് ഓടി വന്നിട്ട് പറ്റുന്നില്ല, ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ചിട്ടയോടെ നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മൾ കുറച്ച് ടോപ്പിക്ക് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട എക്സാംസുകൾ ചെയ്ത് നോക്കുന്നു, അങ്ങനെ എല്ലാ ദിവസവും കുറേശ്ശെ കാര്യങ്ങൾ പഠിക്കുന്നു, ആ ടോപ്പിക്സുകൾ കവറപ്പ് ചെയ്യുന്നു, റിവിഷൻ നടത്തുന്നു അല്ലേ. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 7736122215 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോംസുകളൊക്കെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ചിട്ടയോടെ പഠിക്കുക, ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ ഒരു സ്റ്റഡി പ്ലാനോടെ തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുൻപോട്ട് പോയി കഴിയുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. പുതിയ ഒരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.